പക്ഷേ അന്ന് രാഹുൽ ഗാന്ധി ഈ ആക്രമണം നടത്തിയതിന് തെളിവ് ചോദിച്ചു. സത്യത്തിൽ തലയ്ക്ക് വെളിവുള്ള ആരും ആ സമയത്ത് തെളിവ് ചോദിക്കില്ല. എനിക്ക് ചോദിക്കാം, ലിയോ രാധാകൃഷ്ണന് ചോദിക്കാം, ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ചോദിക്കാം, കാരണം നമുക്ക് ഉത്തരവാദിത്വമില്ല. പക്ഷേ രാഹുൽ ഗാന്ധി അതുമ്പോൾ കയറി പിടിച്ചിട്ട് ചൗക്കിദാർ ചോർഹെ എന്നൊരു മുദ്രാവാക്യം ഉണ്ടായി. ഇങ്ങനൊരു മുദ്രാവാക്യം ഉണ്ടാകാം ആർക്ക്? അങ്ങാടി പിള്ളേർക്ക് ഉണ്ടാകാം. എന്നാൽ കെ സി വേണുഗോപാലെങ്കിലും കാര്യങ്ങൾ പഠിച്ച് കൃത്യമായിട്ട് പുള്ളിക്ക് ഉപദേശം കൊടുക്കൂ, അതുമില്ല. അങ്ങനെ ബ്ലൈൻഡ് ലീഡിങ് ബ്ലൈൻഡ് എന്ന് പറയും, അന്ധരെ അന്ധർ നയിക്കുന്ന ആ സംവിധാനത്തിലാണ് കോൺഗ്രസ് പോകുന്നത്. ഇന്ത്യ എന്ന പേരിൽ ഇവരുണ്ടാക്കിയ ഒരു വലിയ ഗ്രാൻഡ് അലയൻസ് ഉണ്ട്, അത് തന്നെ ശിഥിലമായി. കാരണം എന്താ വെച്ചാൽ ഇവരെയൊക്കെ കൂട്ടിയോജിപ്പിച്ചു കൊണ്ടുപോകാനുള്ളൊരു വൈഭവമോ ഇച്ഛാശക്തിയൊന്നും രാഹുൽ ഗാന്ധിക്കില്ല. മറ്റവരൊക്കെ വലിയ താപ്പാനകളാണ്, ഏത് പാർട്ടിക്കാരായാലും. നമസ്കാരം. ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശങ്ങൾ ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ വിജയത്തിൻ്റെ വില കുറച്ച് കാണിച്ചു എന്ന് BJP ആക്ഷേപമുന്നയിച്ചു. അത് സഹിക്കാം. പക്ഷേ കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായ പരാമർശം രാഹുൽ ഗാന്ധിക്ക് വലിയ പ്രഹരമായി. നിങ്ങൾ ഒരു ഇന്ത്യക്കാരനെ പോലെയാണോ സംസാരിക്കുന്നത് എന്നതിൽ സംശയമുണ്ടെന്ന് കോടതി പറഞ്ഞിരിക്കുന്നു. അത് രാഹുൽ ഗാന്ധിക്ക് മാത്രമല്ല, കോൺഗ്രസിന് തന്നെ വലിയ തിരിച്ചടിയായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള വിവാദങ്ങളിൽ മുൻപും രാഹുൽ ഗാന്ധി പെട്ടിട്ടുണ്ട്. ഇത് കോൺഗ്രസിന് എത്രത്തോളം ഭൂഷണമാണ്? ഇനി വരാൻ പോകുന്ന രാഷ്ട്രീയ പോരിൽ ഇത് കോൺഗ്രസിന് വളരെ വലിയ രീതിയിൽ പിന്നോട്ടടിക്കില്ലേ? പരിശോധിക്കാൻ നമുക്ക് നമ്മോടൊപ്പം ചേരുന്നു രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് A. ജയശങ്കർ. നമസ്കാരം സർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമസ്കാരം. രാഹുൽ ഗാന്ധി ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ ചർച്ചയിൽ വളരെ ശക്തമായ രീതിയിൽ ഭരണപക്ഷത്തെ ആക്രമിക്കാൻ ശ്രമിച്ചു. അതിനുള്ള മറുപടി പ്രധാനമന്ത്രി നൽകി. കോടതിയുടെ ഭാഗത്തു നിന്നും അത് വിമർശന വിധേയമായി. അതായത് പാകിസ്ഥാൻ്റെ എത്ര വിമാനം തകർന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് ഇന്ത്യയുടെ എത്ര വിമാനം തകർന്നു എന്നുള്ള ചോദ്യങ്ങൾ അത് ആവർത്തിച്ചു കൊണ്ടേയിരുന്നു രാഹുൽ ഗാന്ധി. ഇന്നിപ്പോൾ പ്രിയങ്ക ഗാന്ധി പറയുന്നത് കേട്ടു കോടതിയോട്, തൻ്റെ സഹോദരൻ ഒരു കാരണവശാലും രാജ്യവിരുദ്ധനല്ല, ഇത്തരത്തിൽ സൈന്യത്തിന് എതിരെ അല്ല സംസാരിച്ചത്, ഈ വിഷയങ്ങൾ പാർലമെൻറ്റിലല്ലാതെ എവിടെയാണ് ഉന്നയിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ പ്രിയങ്ക ഗാന്ധിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. ഈ വിഷയത്തിൽ എന്താണ് അങ്ങയുടെ നിരീക്ഷണം? ശ്രീ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളും പരാമർശങ്ങളും ഒക്കെ പലപ്പോഴും അപക്വമാണ്, അല്ലെങ്കിൽ ബാലിശമാണ് എന്ന് തോന്നിയിട്ടുണ്ട്. എനിക്ക് മാത്രമല്ല തോന്നിയിട്ടില്ല, ഒരൊക്കെ അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. അത് രാജ്യ താല്പര്യത്തെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ദേശാഭിമാനത്തെ സംബന്ധിച്ചോ കാര്യങ്ങൾ മാത്രമല്ല, സൈന്യത്തെ സംബന്ധിച്ച് മാത്രമല്ല. അദ്ദേഹം UPA സർക്കാർ ഉള്ള കാലത്ത് തന്നെ നടത്തിയ പല നടപടികളും പല അഭിപ്രായ പ്രകടനങ്ങളും സർക്കാരിനെ, അന്നത്തെ UPA സർക്കാരിനെയും കോൺഗ്രസ് ഹൈക്കമാൻഡിനെ തന്നെയും വിഷമവൃത്തത്തിലാക്കിയിട്ടുണ്ട്. ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, എല്ലാവർക്കും ഓർമ്മയുള്ളൊരു ഉദാഹരണം പറഞ്ഞാൽ, ഈ മൻമോഹൻ സിംഗിൻ്റെ ഭരണത്തിൻ്റെ 10 കൊല്ലം തികയുന്ന സമയത്ത് 9ാം വർഷത്തിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ കളങ്കിതരായ MP-മാരെ തൽക്ഷണം പാർലമെൻറ്റിൽ നിന്ന് പുറത്താക്കണം എന്ന രീതിയിലുള്ള സുപ്രീം കോടതിയുടെ വിധി വന്നു. അതായത് ഒരാൾ ഒരു കേസിൽ കുറ്റക്കാരനായി കഴിഞ്ഞാൽ അയാൾക്ക് ആ നിമിഷം തന്നെ അയാളുടെ അംഗത്വം നഷ്ടപ്പെടും എന്ന് മാത്രമല്ല, അയാൾക്ക് പിന്നീട് മത്സരിക്കാനും സാധ്യമല്ല എന്ന അവസ്ഥ വന്നു. ആ സന്ദർഭത്തിൽ ഇതിനെ മറികടക്കാനായിട്ട് ഒരു നിയമനിർമ്മാണം ഉണ്ടാക്കാനായിട്ട് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. ഒരു ഡ്രാഫ്റ്റ് ബില്ല് വരെ ഉണ്ടാക്കി. എന്നിട്ട് ആ ഡ്രാഫ്റ്റ് ബില്ലിൻ്റെ മേന്മകൾ പത്രക്കാരെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ഡൽഹി പ്രസ് ക്ലബ്ബിൽ കോൺഗ്രസ് വക്താവ് പത്രസമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ രാഹുൽ ഗാന്ധി നാടകീയമായിട്ട് അവിടെ കടന്നു വരികയും ഈ വക്താവിൻ്റെ കയ്യിൽ നിന്ന് ബില്ല് പിടിച്ചു വാങ്ങി കീറിക്കളയുകയും ചെയ്ത ഒരു സംഭവം ഉണ്ടായി. അത് സത്യത്തിൽ കോൺഗ്രസ് പാർട്ടിയെയും UPA സർക്കാരിനെയും പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെ തന്നെയും അവഹേളിക്കുന്ന ഒരു നടപടിയാണ്. സത്യത്തിൽ മൻമോഹൻ സിംഗിന് ആത്മാഭിമാനത്തിൻ്റെ ഒരു കണികയെങ്കിലും ഉണ്ടെങ്കിൽ പുള്ളി ആ സെക്കൻഡിൽ രാജിക്കത്ത് എഴുതി കൊടുത്ത് വീട്ടിൽ പോകണ്ടായിരുന്നു. മൻമോഹൻ സിംഗ് അത്ര ദുർബലനായതുകൊണ്ട്, അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കാൻ അദ്ദേഹത്തിന് അത്രയും അശക്തനായതുകൊണ്ട് അദ്ദേഹം അത് ചെയ്തില്ല. അദ്ദേഹം ആ അപമാനം നിശബ്ദമായിട്ട് കടിച്ച് ഇറക്കുകയാണ് ചെയ്തത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അദ്ദേഹത്തിന് വേണമെങ്കിൽ വീട്ടിൽ പോയിട്ട് സോണിയാഗാന്ധിയോട് പറയാം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബുദ്ധി ഉപദേശിക്കുന്ന അഹമ്മദ് പട്ടേലിനോട് പറയാം, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവ് എന്നുള്ള നിലയ്ക്ക് പാർട്ടി കമ്മിറ്റിയിൽ പറയാം, പാർട്ടി കമ്മിറ്റി യോഗം ചേരും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്യണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ UPA-യുടെ മീറ്റിങ്ങിൽ പറയാം. അദ്ദേഹത്തിന് ഏത് ഫോറത്തിൽ വേണമെങ്കിൽ പറയാം. അതിൽ എതിർ പാർട്ടിക്കാരൊന്നുമല്ല, സ്വന്തം പാർട്ടിക്കാരുണ്ടാക്കിയ ഭേദഗതിയാണ്.
അതൊന്നും ചെയ്യാതെ അദ്ദേഹം ഈ പത്രസമ്മേളനത്തിൽ കയറി വന്ന് ഇത് കീറിക്കളയുന്നത് കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആരാധകർക്ക് ചിലപ്പോൾ രോമാഞ്ചം ഉണ്ടാവും. പക്ഷേ സാധാരണക്കാർക്ക് ഈ അരിയാഹാരം കഴിക്കുന്നവർക്ക് മാത്രമല്ല, ഗോതമ്പോ ചോളമോ ബജറയോ എന്താഹാരം കഴിക്കുന്നവർക്കും അത് കാണുമ്പോൾ വലിയൊരു ഏനക്കേടുണ്ടാവും. ഏനക്കേട് എന്ന വാക്കാണ് കൃത്യമായിട്ടുള്ളത്. കാരണം ഇങ്ങനെ ഒരാൾ ചെയ്യാൻ പാടില്ല. അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയുടെ പരമോന്നത നേതാവാണ്, ജവഹർലാൽ നെഹ്റുവിൻ്റെ പ്രഭവപുത്രനാണ്, ഇല്ലേ, അതെ. ഇന്ദിരാഗാന്ധിയുടെ ദൗഹിത്രനാണ്, അങ്ങനെ പലതുമാണ്. പക്ഷേ അദ്ദേഹം ഇന്ത്യ രാജ്യത്തെ ഈ തെരഞ്ഞെടുക്കപ്പെട്ട 545 എം പിമാരിൽ ഒരാൾ മാത്രമാണ്. കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിക്കുന്ന തീരുമാനം കീറിക്കളയാനുള്ള സ്വാതന്ത്ര്യമൊന്നും നെഹ്റു രാജകുടുംബത്തിലെ അംഗമാണെന്നുള്ളത് അദ്ദേഹത്തിന് കൈവരുന്നില്ല. അപ്പോൾ അതൊക്കെ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കിയ ഒരു വലിയ വികാര വിക്ഷോഭമുണ്ട് ചിന്തിക്കുന്ന ആളുകളുടെ ഇടയിൽ. അതുകൊണ്ടൊക്കെയാണ് 2014 കോൺഗ്രസിന് UPAക്ക് വലിയ തിരിച്ചടി ഉണ്ടായത്. എന്നാൽ അതിൽ നിന്ന് അദ്ദേഹം എന്തെങ്കിലും പാഠം പഠിച്ചു. അതിനുശേഷമാണ് പുള്ളി AICC പ്രസിഡൻ്റായത്. അതിന് മുമ്പ് പുള്ളി ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തത്. അദ്ദേഹത്തിന് ഉത്തരവാദിത്തമില്ലാത്ത അധികാരത്തോടാണ് താല്പര്യം. അതുകൊണ്ടാണ് പുള്ളി ഒരിക്കലും സ്ഥാനമാനങ്ങൾ ഏറ്റെടുക്കാത്തത്. അല്ലാണ്ട് ഇതിനോടുള്ള വിരക്തി കൊണ്ടോ അധികാരത്തോടുള്ള എന്താണ് വിരക്തി കൊണ്ടൊന്നുമല്ല. അദ്ദേഹത്തിന് എല്ലാ സ്ഥാനങ്ങളും എല്ലാ മാനങ്ങളും എല്ലാ പദവികളും വേണം. പക്ഷേ അതിൻ്റെ ഒന്നും ഉത്തരവാദിത്വം അദ്ദേഹം ഏറ്റെടുക്കില്ല. പക്ഷേ അങ്ങനെ അദ്ദേഹം ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്ത് AICC പ്രസിഡന്റ് സ്ഥാനമായിരുന്നു. ആ സമയത്താണ് 2019 തെരഞ്ഞെടുപ്പ് എടുക്കുന്നത്. ഏതാണ്ട് അതേ സമയത്തിന് പുൽവാമയിലെ ആക്രമണം ഉണ്ടായത്. നമ്മളിപ്പോൾ ഇതിനെക്കുറിച്ചാണല്ലോ പറഞ്ഞത്. അതെ. ഇതിപ്പോൾ പെഹൽഗാം ഇപ്പോൾ ഉണ്ടായതില്ല, പുൽവാമയാണ് ആദ്യം ഉണ്ടായത്. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് പാകിസ്ഥാൻകാരുടെ അല്ലെങ്കിൽ അവർ സ്പോൺസർ ചെയ്തിട്ടുള്ള തീവ്രവാദികളുടെ ആഭിമുഖ്യത്തിൽ ഈ സ്ഫോടനം ഉണ്ടാവും. 44 ധീര ജവാന്മാർ, മലയാളിയായ ഒരാളടക്കം കൊല്ലപ്പെടുന്നു. ആ സന്ദർഭത്തിൽ രാജ്യത്ത് ഭയങ്കരമായ ഒരു ദേശാഭിമാന വികാരം അല്ലെങ്കിൽ പാകിസ്ഥാൻ വിരുദ്ധ വികാരം ഉണ്ടാവും. സ്വാഭാവികമായിട്ട് ഏത് രാജ്യത്തും ഉണ്ടാവും. തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന സമയത്ത് BJPക്കാർ അതിൻ്റെ അകത്ത് പരമാവധി മുതലെടുക്കുന്ന നമുക്കറിയാം. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്ത് നിലപാടാണ് എടുക്കേണ്ടത്? ആ സമയത്ത് രാഹുൽ ഗാന്ധി എടുത്ത നിലപാട് ഏതാണ്ട് പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന രീതിയിലാണ്. അതായത് ഇത് കേന്ദ്ര ഗവൺമെൻറ് സ്പോൺസർ ചെയ്ത ഒരു നാടകമാണ്. 44 ധീര ജവാന്മാരെ കേന്ദ്ര ഗവൺമെൻറ് വേണ്ടത്ര സുരക്ഷയില്ലാതെ അല്ലെങ്കിൽ പാകിസ്ഥാന് ഒത്താശ ചെയ്യുന്ന രീതിയിൽ കൊലപ്പെടുത്താനുള്ള സൗകര്യം ഉണ്ടാക്കി, സാഹചര്യം ഉണ്ടാക്കി കൊടുത്തു എന്ന രീതിയിൽ അദ്ദേഹം ആ ധ്വനി വരത്തക്ക രീതിയിൽ സംസാരിച്ചു. അതൊരിക്കലും ചെയ്യാൻ പാടാത്ത കാര്യമാണ്. അതിനുശേഷം ഇന്ത്യ തിരിച്ചടിച്ചു. നമുക്കറിയാം, ബാലാക്കോട്ടിൽ തീവ്രവാദികളുടെ അവരുടെ കേന്ദ്രങ്ങൾ ആക്രമിച്ചതിൻ്റെ കാര്യങ്ങൾ ഇന്ന ദിവസം പോലും നമുക്ക് വ്യക്തമല്ല. എത്ര ആൾ മരിച്ചു, കൊല്ലപ്പെട്ടവർ തീവ്രവാദികളാണോ അത് വെറും സാധാരണക്കാരാണോ ഒന്നും വ്യക്തമല്ല. അതിങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വ്യക്തമാവില്ല, നമുക്കറിയാം. ഏത് സർക്കാർ ഭരിച്ചാലും അതിൽ അവ്യക്തത ഉണ്ടാവും. പക്ഷേ അന്ന് രാഹുൽ ഗാന്ധി ഈ ആക്രമണം നടത്തിയതിന് തെളിവ് ചോദിച്ചു. സത്യത്തിൽ തലയ്ക്ക് വെളിവുള്ള ആരും ആ സമയത്ത് തെളിവ് ചോദിക്കില്ല. എനിക്ക് ചോദിക്കാം, ലിയോ രാധാകൃഷ്ണന് ചോദിക്കാം, ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ചോദിക്കാം. കാരണം നമുക്ക് ഉത്തരവാദിത്വമില്ല, നമുക്ക് രാജ്യഭാരമില്ലല്ലോ, നമുക്ക് സ്റ്റിയറിംഗ് പിടിക്കുന്ന ജോലിയില്ല. വെറും സാധാരണക്കാർ അവർ വീട്ടിലിരുന്ന് ഭാര്യയോടോ പിള്ളേരോടോ ചോദിക്കാം, അല്ലെങ്കിൽ പത്രം വായിച്ചുകൊണ്ടുള്ള ചായക്കടയിൽ ഇരുന്ന് ചോദിക്കാം. അപ്പോൾ സൂക്ഷിക്കണം, അടുത്തിരിക്കുന്ന ആൾക്കാർ നമ്മുടെ മുഖത്ത് തിളച്ച ചായ ഒഴിക്കാണ്ട് നോക്കണം. കാരണം ജനങ്ങൾ ചാർജറായിട്ട് നിൽക്കുകയാണ്. 300 ആൾ മരിച്ചു എന്ന് മാതൃഭൂമി എഴുതുമ്പോൾ 350 ആൾ മരിച്ചു എന്ന് മനോരമ എഴുതുന്ന സമയമാണ്. കാരണം ചിലപ്പോൾ 3 പേര് പോലും മരിച്ചിട്ടുണ്ടാവില്ല. എങ്കിൽ പോലും രാജ്യത്തെ മൂടതാണ്. അത് മനസ്സിലാക്കാതെ ഇതിന് തെളിവ് ചോദിച്ചു. അതിന് പുറകെയാണ് ഈ ഒരു വൈമാനികനെ പിടിച്ചിട്ട് പോയി, അഭിനന്ദൻ വർത്തമാൻ, ഓർമ്മയില്ലേ? അതെ, അതെ. ആ വൈമാനികനെ ഉടനെ മോചിപ്പിക്കണം. അത് മോചിപ്പിച്ചില്ലെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഭയങ്കര ദൗർബല്യമാണെന്ന്. 2-ാം ദിവസം വൈമാനികൻ തിരിച്ചു വന്നു. അപ്പോൾ ഇവരുടെ വായടഞ്ഞു പോയി. മനസ്സിലായോ? അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള വിഡ്ഢിത്തരം ഇതൊക്കെ സത്യത്തിൽ തെരഞ്ഞെടുപ്പിനെ ഭയങ്കരമായിട്ട് ബാധിച്ചു. അതുകൊണ്ടാണ് 2019 രാഹുൽ ഗാന്ധി അമേത്തിയിൽ തോറ്റുപോയത്. അല്ലാതെ അവിടുത്തെ ആളുകൾ കോൺഗ്രസിനോട് വെറുപ്പായിട്ട് തോൽപ്പിച്ചല്ല, കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് മാറിക്കൊണ്ടുമല്ല. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആ മണ്ഡലം കൂടുതൽ ഭൂരിപക്ഷത്തോടെ ഈ കോൺഗ്രസ് തിരിച്ചു പിടിച്ചില്ലേ. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ഒരു വലിയ പൊളിറ്റിക്കൽ ഇമ്മച്യൂരിറ്റിയാണ്. ഈ ശരിയായ സമയത്ത് തെറ്റായ തീരുമാനങ്ങൾ എടുക്കാനും തെറ്റായ അഭിപ്രായങ്ങൾ പറഞ്ഞ ആളുകളെ വെറുപ്പിക്കാനുമുള്ള പുള്ളിയുടെ പ്രത്യേകമായ കഴിവ് എന്ന് പറഞ്ഞാൽ അനിതര സാധാരണമാണ്. അദ്ദേഹം കേരളത്തിൽ വന്ന് VS അച്യുതാനന്ദൻ എത്ര വയസ്സായെന്ന് ചോദിച്ചു, ഓർമ്മയില്ല? VS അച്യുതാനന്ദനെ പോലെ ഇല്ല. VS അച്യുതാനന്ദന് നല്ല പ്രായമായി എന്നുള്ളത് ശരിയാണ്, നമുക്ക് ആർക്കും സംശയമില്ല. ആ തെരഞ്ഞെടുപ്പിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് നല്ല പ്രായമുണ്ട്. പക്ഷേ അദ്ദേഹം VS അച്യുതാനന്ദന് എത്ര പ്രായമായി എന്ന് ചോദിച്ചു. അങ്ങനെ ചോദ്യം ചോദിക്കാമോ? അച്യുതാനന്ദനെ പോലെ മുതിർന്നൊരു നേതാവിനെ കുറിച്ച് നമുക്ക് ചോദിക്കാം. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ സ്റ്റേച്ചറിലുള്ള ഒരാൾ ചോദിക്കാൻ പാടില്ല. അന്നാണ് VS പറഞ്ഞത് തല നനക്കാത്തതല്ലെൻ്റെ യൗവനം എന്ന് പറഞ്ഞ ഓർമ്മയില്ലേ? അതെ. ആ അടി അമുൽ ബേബി എന്ന് ഇദ്ദേഹത്തെ ആക്ഷേപിച്ച് പറഞ്ഞു. ആളുകൾ അത് കേട്ട് കൈയടിച്ചു. കാരണം എന്ന് വെച്ചാൽ എല്ലാവരുടെയും മനസ്സിൽ ഈ അഭിപ്രായമുണ്ട്. അപ്പം ഈ അഭിപ്രായമൊക്കെ പറയാം, അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്.
പരിഹസിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, കാർട്ടൂൺ വരയ്ക്കാനുള്ള സ്വാതന്ത്ര്യം ഒക്കെ ഉണ്ട്, ജനാധിപത്യ രാജ്യമുണ്ട്. പക്ഷേ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ നേതാവ്, അത് കോൺഗ്രസ് പോലും ഒരു ഗ്രാൻഡ് ഓൾഡ് പാർട്ടി അല്ലേ, വെറും ഒരു പാർട്ടിയല്ല, അതെ. ദേശീയ സമരത്തിൻ്റെ പാരമ്പര്യമുള്ള ഒരു പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്, AICC പ്രസിഡന്റ്, അഭിപ്രായം പറയുമ്പോൾ എതിർ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരെ കുറിച്ച് പരാമർശിക്കുമ്പോൾ പുലർത്തേണ്ട മിനിമം മര്യാദയുണ്ട്, അത് ചെയ്യില്ല. ഇനി ഞാൻ വേറൊരു ഉദാഹരണം പറയാം. 2019 തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് നരേന്ദ്രമോദി രാജ്യത്തിൻ്റെ ചൗക്കിദാറാണ് ഞാൻ എന്ന് അവകാശപ്പെട്ടു. ചൗക്കിദാർ, ഉം. അതെ. അത് അദ്ദേഹത്തിൻ്റെ ഒരു രീതി. ആർക്കും എന്ത് വേണമെങ്കിൽ അവകാശപ്പെടാം. ഞാൻ രാജ്യത്തിൻ്റെ ചൗക്കിദാറാണ്, പ്രധാനമന്ത്രിയല്ല പ്രധാന സേവകനാണ് എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ രാഷ്ട്രീയക്കാർ വോട്ട് തട്ടാൻ വേണ്ടി ചെയ്യുന്ന പല നമ്പറുകളിലും ഒരു നമ്പറാണ്. പക്ഷേ രാഹുൽ ഗാന്ധി അതുമ്പോൾ കയറി പിടിച്ചിട്ട് ചൗക്കിദാർ ചോർഹെ എന്നൊരു മുദ്രാവാക്യം ഉണ്ടായി. ഇങ്ങനൊരു മുദ്രാവാക്യം ഉണ്ടാകാം ആർക്ക്? അങ്ങാടി പിള്ളേർക്ക് ഉണ്ടാകാം. അങ്ങനെയുള്ള മുദ്രാവാക്യങ്ങൾ പലപ്പോഴും രാജ്യത്ത് ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന് ഈ എന്താണ്, ഗലി ഗലി മേ ഷോർഹെ രാജീവ് ഗാന്ധി ചോർഹെ എന്നൊരു മുദ്രാവാക്യം ഈ 84 കഴിഞ്ഞ് 89 തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ പാർട്ടിക്കാർ അത് ഈ ഗ്രാമങ്ങളിൽ ഉന്നയിച്ചു, അല്ലെങ്കിൽ നാട്ടുപുറങ്ങളിൽ, അല്ലെങ്കിൽ ഇവിടെ പട്ടണങ്ങളിൽ ഉം. ആളുകൾ വിളിച്ചു. അത് ഈ അങ്ങാടി പിള്ളേർ വിളിക്കുന്ന മുദ്രാവാക്യമാണ്. EMSന് EM പൂശി ഇല്ലത്തേക്ക് പറപ്പിക്കുന്നു. പണ്ട് KSUക്കാരൊക്കെ വിളിച്ചു. ഈ KSUക്കാർ വിളിക്കുന്ന പോലെ കെ കരുണാകരൻ വിളിച്ച സ്ഥിതി ഇതായിരിക്കും. ശരിയാണ്. അല്ലെങ്കിൽ AK ആന്റണി EMSനെ ആക്ഷേപിച്ച് AKG ആക്ഷേപിച്ച് മുദ്രാവാക്യം വിളിച്ചാൽ സ്ഥിതി എന്തായിരിക്കും? അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഉം. ഇവർക്ക് വേണമെങ്കിൽ മുദ്രാവാക്യം ഉണ്ടെങ്കിൽ മറ്റവരെ കൊണ്ട് വിളിപ്പിക്കാം, അത്രയല്ലേ പറ്റുള്ളൂ. അതെ. അതാണല്ലോ രാഷ്ട്രീയം. രാഷ്ട്രീയത്തിലൊരു മിനിമം മര്യാദ വേണ്ട. EMSന് EM പൂശി ഇല്ലത്തേക്ക് പറപ്പിക്കുമെന്നൊരു മുദ്രാവാക്യം ഉണ്ടാക്കിയിട്ട് AK ആന്റണി കരുണാകരൻ കൂടി വിളിച്ചാൽ അത് കേരളത്തിൽ ഉണ്ടാക്കുന്ന ഒരു പ്രതികരണം എന്തായിരിക്കും? അവരാരും വിളിച്ചിട്ടില്ല, വിളിക്കുകയില്ല. ഞാൻ പറഞ്ഞത് അതുപോലെയാണ്. ചൗക്കിദാർ ചോർഹെ എന്ന മുദ്രാവാക്യം രാഹുൽ ഗാന്ധി ഉയർത്തു. അത് കഴിഞ്ഞ് തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയം ഉണ്ടാവും, ഭയങ്കര പരാജയം ഉണ്ടാവും, ചരിത്ര പരാജയം ഉണ്ടാവും. രാഹുൽ ഗാന്ധി തന്നെ തോൽക്കും. തോറ്റതിന് ശേഷം രാഹുൽ ഗാന്ധി കോൺഗ്രസിലെ മുതിർന്ന നേതാക്കന്മാരെ എല്ലാവരുമായിട്ടും വഴക്കുണ്ടാക്കുന്നു, മുഖം വീർപ്പിക്കുന്നു, അവരെ ശകാരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? തോറ്റതുകൊണ്ടല്ല. ചൗക്കിദാർ ചോർഹെ എന്ന് പറഞ്ഞ് ഞാൻ ഉണ്ടാക്കിയ വിശ്വോത്തരമായ ഒരു മുദ്രാവാക്യം നിങ്ങൾ എന്തുകൊണ്ട് ഏറ്റുവിളിച്ചില്ല? ഞാനല്ലാതെ ഈ രാജ്യത്ത് ഒരാളത് പറഞ്ഞില്ലല്ലോ എന്ന് അദ്ദേഹം വികാര വിക്ഷോഭത്തോട് ചോദിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കൂ. അദ്ദേഹത്തിന് തലക്ക് വെളിവുള്ള ഏതെങ്കിലും ഒരു നേതാവ് ആ മുദ്രാവാക്യം വിളിക്കുമോ? ജമ്മൻകാലത്ത് വിളിക്കില്ല. ആന്റണി വിളിക്കുമോ? D കുര്യാക്കോസ് വിളിക്കുമോ? വിളിക്കില്ല. ഇതൊക്കെ കാണുമ്പോഴാണ് സത്യത്തിൽ നമ്മൾ ഈ യശശരീരനായ TH മുസ്തഫയെ രണ്ട് കൈയും കൂപ്പി തൊഴുത്. അദ്ദേഹം ഇപ്പോൾ മരിച്ചുപോയി. അദ്ദേഹം പണ്ട് ഇദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ട് ഈ രാജീവ് ഗാന്ധി ഒരു ബഫൂണാണ് എന്നാണ്. മുസ്തഫ അദ്ദേഹത്തിന് തനത് ശൈലിയിൽ പറഞ്ഞു. മുസ്തഫയ്ക്ക് അങ്ങനെ ഗുണമുണ്ടായിരുന്നു. രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി ഒരു ബഫൂണാണ് എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞത് ശരിയാണെന്ന് വെച്ചാൽ മുസ്തഫയുടെ ഒരു നിലവാരത്തിൽ നിന്നിട്ട് അദ്ദേഹത്തിന് പറയും. പുള്ളി മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ മറച്ചു വെക്കുന്ന സ്വഭാവക്കാരനല്ല. അതുകൊണ്ട് പക്ഷെ മുസ്തഫയെ എന്നിട്ട് കോൺഗ്രസ് ഇത് പുറത്താക്കി. മുസ്തഫയെ പുറത്താക്കിയാൽ തീരുന്ന പ്രശ്നമാണ് ഇത്. മുസ്തഫ പറഞ്ഞത് സത്യമല്ലേ? കുറച്ച് കഴിഞ്ഞപ്പോൾ VM സുധീരൻ അദ്ദേഹത്തെ തിരിച്ചെടുത്തു. അന്ന് VM ആയിരുന്നു KPC പ്രസിഡന്റ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പരാമർശങ്ങൾ പുള്ളി പണ്ട് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ അതുകൊണ്ടാണ് ഈ ഓപ്പറേഷൻ സിന്ദൂർ ഉണ്ടാക്കിയപ്പോൾ ആക്രമണം നടത്തിയപ്പോൾ തന്നെ ഇന്ത്യ ഗവൺമെൻറ്, ഡിഫൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, എന്താണ് ആർമിയും എയർഫോഴ്സും സംയുക്തമായിട്ട് പത്രസമ്മേളനം നടത്തി ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയുക മാത്രമല്ല ദൃശ്യങ്ങൾ പുറത്തു വിട്ടു. എവിടെയൊക്കെ ആക്രമണം നടത്തി എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് അടക്കം പുറത്തു വിട്ടു, ദൃശ്യങ്ങളടക്കം പുറത്തു വിട്ടു. അപ്പോൾ പിന്നെ ആക്രമണം നടത്തിയില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ പക്ഷേ രാഹുൽ ഗാന്ധിക്ക് സംശയം തരില്ല. പുള്ളി ഈ ഡൗട്ടിങ് തോമസ് ആണ്. പുള്ളി പറയുന്നത് ഈ ആക്രമണം നടത്തിയെന്ന് പറഞ്ഞാൽ ശരിയാണ്, പക്ഷേ ഇന്ത്യയുടെ അത്ര വിമാനം നഷ്ടപ്പെട്ടു എന്നാണ്. പുള്ളിക്ക് അത് അറിഞ്ഞാലേ മനസ്സിലാവുള്ളൂ. പുള്ളി വിവരാവകാശ നിയമപ്രകാരം 10 രൂപയുടെ സ്റ്റാമ്പ് ഒട്ടിച്ച് ഒരു അപേക്ഷ ഡിഫൻസ് ഡയറക്ടറേറ്റിലേക്ക് അയക്കുകയാണ്, അല്ലെങ്കിൽ പ്രതിരോധ മന്ത്രാലയത്തിലേക്ക് അയക്കുകയാണ്. എത്ര വിമാനം നഷ്ടപ്പെട്ടു അതറിഞ്ഞാൽ പുള്ളിയുടെ വിഷമം മാറും. അത് നഷ്ടപ്പെട്ട പൈസ പുള്ളിയുടെ തറവാട്ടിൽ നിന്ന് എടുത്ത് കൊടുക്കും, അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ്സുകാർ ബക്കറ്റ് വീര് നടത്തി കൊടുക്കുമോ? അതിന് വേണ്ടിയിട്ടാണോ ചോദിക്കുന്നത്? അത് ഇന്ത്യയുടെ സൈനിക പരിശ്രമം ഒരു വലിയ പരാജയമായിരുന്നു എന്ന് വാർത്താൻ പാകിസ്ഥാൻകാരെക്കാളും ആവേശത്തോടെ പ്രവർത്തിക്കുന്ന ആളായിട്ടാണ് രാഹുൽ ഗാന്ധി നമ്മൾ കാണുന്നത്. എന്നാൽ കോൺഗ്രസ് പാർട്ടിയിൽ വേറെ ഏതെങ്കിലും നേതാക്കന്മാർ ഇദ്ദേഹത്തിൻ്റെ ചില സ്തുതി ഗായകരല്ലാതെ ഇങ്ങനെ ആരോടും ഉന്നയിക്കാൻ നിങ്ങൾ കേട്ടു? ഈ കനിമൊഴി ആവട്ടെ, ബ്രിട്ടാസ് ആവട്ടെ, അവരാരും ഉന്നയിച്ചിട്ടില്ല. ഇവരൊക്കെ പാർലമെൻറ്റ് മെമ്പർമാരില്ലേ? ആരും ചോദിക്കുന്നില്ല. ഈ ഇന്ത്യയിൽ നിന്ന് മറ്റേ വിദേശത്തേക്ക് നമ്മൾ കുറേ ആളുകളെ അയച്ചില്ലേ? അസദുദ്ദീൻ ഒവൈസി, ജോൺ ബ്രിട്ടാസ്, കനിമൊഴി, സുപ്രിയ സുലെ, കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് തന്നെ ശശി തരൂർ പോട്ടെ, സൽമാൻ ഖുർഷിദ്, ഇവരാരെങ്കിലും വിദേശത്ത് പോയിട്ട് ഇന്ത്യക്ക് തിരിച്ചടി ഉണ്ടായിരുന്നോ? ഇന്ത്യയുടെ നയതന്ത്ര പരാജയം ഉണ്ടായിരുന്നോ? പറഞ്ഞു ഇല്ല. നമ്മളൊക്കെ പറഞ്ഞു ഇന്ത്യയുടെ വിജയത്തെക്കുറിച്ചും പാകിസ്ഥാൻ്റെ
തല്ലുപൊളിത്തരത്തെക്കുറിച്ചുമാണ്. അത് പറയാനാണ് ഇവിടുന്ന് ആളുകളെ അയക്കുന്നത്. ആ സമയത്ത് ഇവിടെ ഇരുന്നിട്ട് പുള്ളി കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നോക്കുകയാണ്. ഇത് തന്നെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ വിമർശനം വിളിച്ചു വരുത്തിയ വിഷയത്തിലും പറഞ്ഞത്. ഇന്ത്യ ഇന്ത്യയുടെ എത്ര സ്ഥലം ചൈന കയ്യേറി എന്നാണ് പുള്ളിക്കാരേണ്ടത്. അതറിഞ്ഞാൽ പുള്ളിയുടെ വിഷമം മാറും. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇദ്ദേഹത്തിൻ്റെ മുതുമുത്തച്ഛനായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഭരിക്കുമ്പോഴാണ് ചൈനക്കാർ ലഡാക്കിൻ്റെ വലിയൊരു ഭാഗം കയ്യേറിയത്. അതെ. അരുണാചൽ പ്രദേശ് എന്ന് നമ്മൾ ഇപ്പോൾ വിളിക്കുന്ന പഴയ നേഫ, നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ ഏജൻസി, അതിൻ്റെ എത്രയോ കിലോമീറ്ററുകൾ കയ്യേറി. ഇന്ത്യയുടെ അകത്തേക്ക് കൂടി പാകിസ്ഥാൻ റോഡ് വെട്ടി. അല്ല, നമ്മുടെ പാകിസ്ഥാനിലേക്ക് ചൈനക്കാർ വലിയ ഒരു ഹൈവേ പണിയിച്ചു, കാറക്കോറം എന്ന് പറഞ്ഞ സ്ഥലത്ത്. അതൊന്നും പുള്ളിക്ക് അറിയില്ല. ഇതൊന്നും അറിയാൻ പാടാത്തതുകൊണ്ടാണ് പുള്ളി ICC പ്രസിഡന്റും മറ്റുമൊക്കെ ആയിട്ടിരുന്നത്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്നത്. ഇത് പുള്ളിക്ക് അറിയാൻ പാടില്ലാത്ത പോട്ടെ, പുള്ളിക്ക് പറഞ്ഞു കൊടുക്കാൻ ആരെങ്കിലും വേണ്ടേ? ഇതൊരു വലിയ വിഷയമല്ലേ? എല്ലാ നേതാക്കന്മാരും എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടാണോ രാഷ്ട്രീയത്തിൽ വരുന്നത്? അത് സാധ്യവുമല്ല. പ്രത്യേകിച്ച് ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്ത് പ്രധാനമന്ത്രി ആയിരിക്കാനെന്ന് പറഞ്ഞ പോലെ അതിൻ്റെ പകുതിയെങ്കിലും കാര്യങ്ങൾ അറിഞ്ഞിരുന്നാലേ പ്രതിപക്ഷ നേതാവായിട്ടിരിക്കാൻ പറ്റുള്ളൂ. പ്രതിപക്ഷ നേതാവ് കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതെ. അപ്പോൾ പ്രതിപക്ഷ നേതാവിന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ശക്തരായ അല്ലെങ്കിൽ കാര്യവിവരമുള്ള ഉപദേഷ്ടാക്കൾ വേണം. ഞാൻ വേറൊരു കാര്യം പറയാം. ആ. ഈ സോണിയാഗാന്ധിയെക്കുറിച്ച് നമ്മളൊക്കെ പറയുന്ന ഒരു കാര്യമുള്ളൂ. അവർ വിദേശ ജന്മ പ്രശ്നമാണ്. അവർ വിദേശത്ത് ജനിച്ച ഒരു വനിതയാണ്. ഈ രാജീവ് ഗാന്ധിയെ കല്യാണം കഴിച്ചുകൊണ്ട് പിൽക്കാലത്ത് ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച ആളാണ്. 8ാം ഷെഡ്യൂളിൽപ്പെട്ട 16 ഭാഷകളിൽ ഒരു ഭാഷ പോലും അവർക്ക് അറിയില്ല. അവർ ഇംഗ്ലീഷ് മാത്രം അറിയും. മറാഠിയോ ഗുജറാത്തിയോ ഒന്നും അറിയില്ല. തമിഴോ തെലുങ്കോ അറിയില്ല. പക്ഷേ അവർ പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുമ്പോഴും പിന്നീടും UPA ചെയർപേഴ്സൺ ആയിരുന്നപ്പോഴും ഒക്കെ എടുത്തിരുന്ന തീരുമാനങ്ങൾ രാഷ്ട്രീയമായിട്ട് അന്നത്തെ നിലയ്ക്ക് കോൺഗ്രസ് പാർട്ടിക്ക് എടുക്കാവുന്നതിലും മികച്ച തീരുമാനങ്ങളായിരുന്നു. കാരണം ഇവർക്ക് രാഷ്ട്രീയത്തെക്കുറിച്ചോ ചരിത്രത്തെക്കുറിച്ചോ ഇന്ത്യയുടെ സംസ്കാരത്തെക്കുറിച്ചോ ഒന്നും അറിയില്ലെങ്കിലും, ഈ 8ാം ഷെഡ്യൂളിൽപ്പെട്ട 16 ഭാഷകളിൽ ഒരു ഭാഷ അറിയില്ലെങ്കിലും അവർ ഈ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള ഉത്തരവാദിത്വം അഹമ്മദ് പട്ടേൽ എന്ന് പറഞ്ഞ വലിയൊരു ചാണക്യനുണ്ടായിരുന്നു, അദ്ദേഹത്തെ ഏൽപ്പിച്ചു. അഹമ്മദ് പട്ടേലിന് രാജ്യത്തുള്ള എല്ലാ കാര്യങ്ങളും അറിയാം. ഇന്ത്യയിൽ എത്ര സംസ്ഥാനമുണ്ട്, എത്ര ഭാഷകളുണ്ട്, എത്ര ഉപഭാഷകളുണ്ട്, അതാത് സ്ഥലങ്ങളിൽ എത്ര കോൺഗ്രസ്സുകാരുണ്ട്, അവർ വിചാരിച്ച് എത്ര വോട്ട് പിടിക്കാൻ പറ്റും, അല്ലെങ്കിൽ BJP ഇങ്ങനൊരു തന്ത്രം എടുക്കുമ്പോൾ എന്ത് മാറുതന്ത്രം പാറ്റണം എന്നൊക്കെ അറിയുന്ന ആളാണ്. അപ്പോൾ പട്ടേൽ കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുകയും ആ തീരുമാനങ്ങൾ സോണിയാഗാന്ധിയുടെ തീരുമാനമായിട്ട് പുറത്തു വരിച്ചു. അന്നത്തെ നിലയ്ക്ക് കോൺഗ്രസ് പാർട്ടിക്ക് എടുക്കാവുന്ന ഏറ്റവും നല്ല തീരുമാനമായിരിക്കും. അതുകൊണ്ടുകൂടിയാണ് ഈ 10 കൊല്ലം UPA സർക്കാർ നിലനിന്ന് പോയത്, അല്ലെങ്കിൽ അത് പോയേനെ. അപ്പോൾ ഇങ്ങനെ ഉള്ളൊരു സംവിധാനത്തിലാണ് ഇത് പ്രവർത്തിച്ചിരുന്നത്. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ അദ്ദേഹത്തിന് അഹമ്മദ് പട്ടേൽ മരിച്ചുപോയി. പട്ടേലിന് ഇഷ്ടമായിരുന്നില്ല. പിന്നെ പട്ടേലിൻ്റെ ഒരു വിരോധി എന്ന് പറയുന്നത് ദിഗ്വിജയ് സിംഗാണ്. ദിഗ്വിജയ് സിംഗിനെ ഇഷ്ടമല്ല. ചുരുക്കി പറഞ്ഞാൽ പുള്ളി കംപ്ലീറ്റ് ആയിട്ടും ആക്ട് ചെയ്യുന്നത് നമ്മുടെ സുഹൃത്ത് KC വേണുഗോപാലിൻ്റെ ഉപദേശത്തിലാണ്. എന്നാൽ KC വേണുഗോപാലെങ്കിലും കാര്യങ്ങൾ പഠിച്ച് കൃത്യമായിട്ട് പുള്ളിക്ക് ഉപദേശം കൊടുക്കൂ? അതുമില്ല. അങ്ങനെ ബ്ലൈൻഡ് ലീഡിങ് ബ്ലൈൻഡ് എന്ന് പറയും. അന്ധരെ അന്ധർ നയിക്കുന്ന ആ സംവിധാനത്തിലാണ് കോൺഗ്രസ് പോകുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഈ മൊമെൻ്ററി ഇമ്പൾസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോ വിഷയത്തിലും പ്രതികരിക്കുന്നത്. അതുകൊണ്ടാണ് ചൈന എത്ര സ്ഥലം കയ്യേറി എന്ന് ചോദിക്കുമ്പോൾ പുള്ളി ഇന്ത്യ ചരിത്രത്തെക്കുറിച്ച് യാതൊരു ധാരണയില്ലാത്തതാണ്. അപ്പോൾ BJPക്കാർക്ക് പറയാവുന്ന മറുപടി, ചൈന ഇത്ര സ്ക്വയർ കിലോമീറ്റർ കയ്യേറി, അത് ഇന്ന കാലത്തായിരുന്നു. താങ്കളുടെ മുതുമുത്തച്ഛൻ. അത് വിദേശകാര്യമന്ത്രി ജയശങ്കർ പറഞ്ഞു. അതെ, അത് പറയുമല്ലോ. അത് ഈ അടി ചോദിച്ചു വാങ്ങിക്കുന്ന പരിപാടിയല്ലേ. അടിയിരിക്കണത് കാരണം കാണിക്കാൻ തോന്നി ഞങ്ങളുടെ നാട്ടിൽ. അതുപോലെ ഒരിക്കലും ചോദിക്കാൻ പാടില്ലാത്ത ചോദ്യങ്ങളാണ് പുള്ളി ചോദിക്കുന്നത്. ചോദ്യത്തിന് കിട്ടുന്ന ഉത്തരങ്ങൾ പുള്ളിക്ക് തന്നെ സെൽഫ് ഗോളായിട്ട് മാറി. ഇത് തന്നെയാണ് പാകിസ്ഥാൻ്റെ കാര്യത്തിലും സംഭവിക്കുന്നത്. പാകിസ്ഥാനോടുള്ള സ്നേഹം കൊണ്ടല്ല പുള്ളി ഇത് ചോദിക്കുന്നത്. അങ്ങനെ ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല. പക്ഷേ പുള്ളി ചോദിക്കുന്ന ചോദ്യങ്ങൾ പാകിസ്ഥാൻകാർക്ക് ഗുണകരമാകും എന്ന രീതിയിൽ ഇന്ത്യയിൽ വ്യാഖ്യാനിക്കപ്പെടും എന്നുള്ളിടത്താണ് പ്രശ്നം. അതെ. പുള്ളിയുടെ ഞാനിപ്പോൾ ഈ വയനാട്ടിൽ മത്സരിച്ച കാലത്ത് തന്നെ ഞാൻ പറഞ്ഞ രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യ രാജ്യത്ത് ഏത് മണ്ഡലത്തിലും മത്സരിക്കാം. അദ്ദേഹത്തിന് കേരളത്തിൽ മത്സരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. വലിയ ദേശീയ നേതാക്കന്മാർ ഒരു സമയത്ത് 2 മണ്ഡലത്തിൽ മത്സരിക്കാറുണ്ട്. മുമ്പും മത്സരിച്ചിട്ടുണ്ട്. ഇന്ദിരാഗാന്ധി ഒരേ സമയത്ത് റായ്ബറേലിയിലും മേടക്കിലും മത്സരിച്ചു. 2 സ്ഥലത്ത് ജയിച്ചപ്പോൾ അവർ റായ്ബറേലി ഉപേക്ഷിച്ചിട്ട് മേടക്ക് നിലനിർത്തി. അതുപോലെ ശ്രീമതി സോണിയാഗാന്ധി മത്സരിച്ചിട്ടുണ്ട് ഒരേ സമയത്ത് റായ്ബറേലിയിലും അതുപോലെ കർണാടകത്തിലെ ഒരു മണ്ഡലത്തിലൂടെ മത്സരിച്ചു. അവർ 2 സ്ഥലത്തും ജയിച്ചു. അവസാനം ഒന്ന് ഉപേക്ഷിച്ചു, മറ്റൊന്ന് നിലനിർത്തി. വാജ്പേയി മത്സരിച്ചിട്ടുണ്ട് ഒരേ സമയത്ത് ന്യൂഡൽഹിയിലും ഗുജറാത്തിലും മത്സരിച്ചിട്ടുണ്ട്. അദ്വാനി മത്സരിച്ചിട്ടുണ്ട്. അതൊക്കെ മത്സരിക്കാം. വലിയ നേതാക്കന്മാർക്കൊക്കെ സഹിക്കാം. ഈവൻ നരേന്ദ്രമോദി മത്സരിച്ചിട്ടുണ്ട്. അദ്ദേഹം ഗുജറാത്തിലും വാരണാസിയിലും മത്സരിച്ചു. ഗുജറാത്ത് ഉപേക്ഷിച്ചു, വാരണാസി നിലനിർത്തി. അതൊക്കെ പൊളിറ്റിക്കലായിട്ടുള്ള ചില കാര്യങ്ങളാണെങ്കിലും നമുക്ക് ആർക്കും ഒരു തെറ്റ് പറയാൻ പറ്റില്ല. രാഹുൽ ഗാന്ധി 2 മണ്ഡലത്തിൽ മത്സരിച്ചാലും തെറ്റില്ല. അദ്ദേഹത്തിന് കേരളത്തിൽ ഏത് മണ്ഡലത്തിൽ മത്സരിച്ചാലും ജയിക്കാം. അദ്ദേഹത്തിന് ഈ സംവരണ മണ്ഡലങ്ങളായ മാവേലിക്കരയിലും
അതുപോലെ ആലത്തൂർ ഒഴിച്ച് ഏത് മണ്ഡലത്തിൽ മത്സരിക്കാനും തടസ്സമില്ല. ഏത് മണ്ഡലത്തിൽ മത്സരിച്ചാലും പുള്ളി ജയിക്കുകയും ചെയ്യും. പക്ഷേ അദ്ദേഹത്തിന് എന്തുകൊണ്ടാണെന്നറിയില്ല. അദ്ദേഹത്തിന് എറണാകുളത്ത് മത്സരിക്കാമായിരുന്നു, ചാലക്കുടിയിൽ മത്സരിക്കാമായിരുന്നു. ഞാൻ പറഞ്ഞു ഇത് രണ്ടും മധ്യ കേരളത്തിലാണ്. മാത്രമല്ല വന്നു പോകാൻ എളുപ്പമുണ്ട്, വിമാനത്താവളമൊക്കെ ഉണ്ട്, തൃശ്ശൂർ മത്സരിക്കാം. പക്ഷേ പുള്ളി എന്ത് കാരണത്താലും വയനാട് മണ്ഡലമാണ് തിരഞ്ഞെടുത്തത്. അത് തന്നെ തന്ത്രപരമായൊരു തെറ്റാണ്. കാരണം വയനാട് മണ്ഡലത്തിൽ ന്യൂനപക്ഷ പ്രാതിനിധ്യം സാന്നിധ്യം വളരെ കൂടുതലാണ്. അവിടെ മുസ്ലിം ലീഗിൻ്റെ സ്വാധീന മേഖലകളുണ്ട്. ഈ മലപ്പുറം ജില്ലയിൽപ്പെട്ട 3 മണ്ഡലങ്ങളുണ്ട്. പിന്നെ വയനാട് ജില്ല, നമ്മുടെ സുൽത്താൻ ബത്തേരി, നമ്മുടെ തിരുവമ്പാടി, ഇങ്ങനെയാണ്. കോഴിക്കോട് ജില്ലയിൽ 1 മണ്ഡലം, വയനാട്ടിലെ 3, മലപ്പുറത്തെ 3. അതിലും കുഴപ്പമൊന്നുമില്ല, ന്യൂനപക്ഷങ്ങൾ കൂടുതലുള്ള മണ്ഡലത്തിൽ മത്സരിക്കുന്നതിന് തെറ്റൊന്നുമില്ല. പക്ഷേ പറ്റിയതെന്ന് വെച്ചാൽ ഇദ്ദേഹം സ്ഥാനാർത്ഥിയായിട്ട് വരുമ്പോൾ പുള്ളിയെ വരവേൽക്കാനായിട്ട് ഈ ലീഗുകാർ പച്ചക്കൊടിയുമായിട്ട് വന്നു. കോൺഗ്രസ്സുകാരെക്കാളും ആവേശമുള്ളവരാണ് ലീഗുകാർ. എല്ലാ ലീഗുകാരും വലിയ വലിയ കൊടികൾ വിട്ട് വന്നു, കോൺഗ്രസ്സുകാർ കൊടിയില്ലാതെ വന്നു. അപ്പോൾ എന്ത് പറ്റി, ചെയ്ത് മൊത്തത്തിൽ ഒരു വലിയ ഹരിത വിപ്ലവം നടക്കുന്ന സ്ഥലമായിട്ട് തോന്നും. ഇത് ബി ജെ പിക്കാർ വടക്കേ ഇന്ത്യയിൽ എങ്ങനെ പ്രൊജക്റ്റ് ചെയ്തു? പാകിസ്ഥാൻ്റെ കൊടിയുമായിട്ട് ആളുകൾ, ന്യൂനപക്ഷ വിഭാഗക്കാർ രാഹുൽ ഗാന്ധിയെ സ്വീകരിക്കും. ഇതിൻ്റെ ക്ലിപ്പിങ് രാജ്യവ്യാപകമായിട്ട് പ്രചരിപ്പിച്ചു. സത്യം പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ കൊടിയും ലീഗിൻ്റെ കൊടിയും വ്യത്യസ്തമാണ്. അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പാകിസ്ഥാൻ്റെ കൊടിയിൽ അതിൻ്റെ ആദ്യ ഭാഗത്ത് ഇല്ലേ, തുടങ്ങുന്ന ഭാഗത്ത് ഒരു വെള്ള സ്ട്രിപ്പ് ഉണ്ട്. അതെ. അവിടെ നിന്ന് തൊട്ടാണ് പച്ച തുടങ്ങുന്നത്. പിന്നെ പച്ചയിൽ വെള്ള നിറത്തിലാണ് ഈ ചന്ദ്രക്കല എന്ന നക്ഷത്രമുണ്ട്. ലീഗിൻ്റെ കൊടിയിൽ അങ്ങനെയല്ല. ലീഗിൻ്റെ കൊടിയിൽ മറിച്ചാണ്, വെള്ളയില്ല, മുഴുവൻ പച്ചയാണ്. പച്ചയിലാണ് ഇത് ആലേഖനം ചെയ്യുക. പക്ഷേ ഇത് ആളുകൾക്ക് അറിയില്ലല്ലോ. പച്ച ഈസ് ഈക്വൽ ടു പാകിസ്ഥാൻ എന്നാണ് ജനങ്ങൾ, സാധാരണക്കാർ വിചാരിച്ചത്. കേരളത്തിൽ പോലും എത്ര ആൾക്കാർക്ക് ഈ ഡിസ്റ്റിങ്ഷൻ അറിയാമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് ആ രീതിയിൽ പ്രചരിപ്പിച്ചു. എന്താണ്, പാകിസ്ഥാൻ്റെ കൊടിയുമായിട്ട് ഇയാളെ സ്വീകരിക്കും. അപ്പോൾ കോൺഗ്രസ്സുകാർ വേഗം ചാടി വീണിട്ട് അത് വിശദീകരിച്ചു, ന്യായീകരിച്ചു. ഇത് പാകിസ്ഥാൻ്റെ കൊടിയല്ല, ലീഗിൻ്റെ കൊടിയാണ്. അപ്പോൾ അതിനേക്കാൾ വലിയ പ്രശ്നമായി. കാരണം എന്ന് വെച്ചാൽ ഈ വടക്കേ ഇന്ത്യക്കാർക്ക് നമ്മുടെ കുഞ്ഞാപ്പയുടെ ലീഗിനെ പറ്റി അറിയില്ല. അവരറിയുന്നത് ജിന്നയുടെ ലീഗാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് വിപരീത ഫലം ഉണ്ടാക്കി. അദ്ദേഹത്തിന് എവിടെ മത്സരിക്കും, ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ചാലക്കുടിയിൽ മത്സരിച്ചാലും ജയിക്കില്ല. നോമിനേഷൻ കൊടുത്തിട്ട് വീട്ടിൽ പോയാൽ മതി, പുള്ളി തന്നെ ജയിക്കും. പക്ഷേ ചെയ്തത് അബദ്ധമാണ്. അപ്പോൾ ഇതുപോലുള്ള അബദ്ധങ്ങൾ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കണം. ഒരാൾക്ക് ഒരബദ്ധം പറ്റണം മനസ്സിലാക്കാം. ഈ അബദ്ധത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അല്ല, ഇദ്ദേഹത്തിൻ്റെ ഈ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപൊക്കെയുള്ള ചില പ്രവർത്തനങ്ങളും വാക്കുകളും കേട്ടപ്പോൾ എല്ലാവരും വിചാരിച്ചു മെച്ചപ്പെട്ടു, രാഹുൽ ഗാന്ധി കാര്യങ്ങൾ പഠിച്ചു എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അദ്ദേഹം വീണ്ടും കൈവിട്ടു പോയോ എന്നൊരു സംശയമാണ്. മറുവശത്ത് നിൽക്കുന്നതാകട്ടെ മോദി, അമിത്ഷാ പോലുള്ള വമ്പന്മാരാണ്. അതിനു മുന്നിൽ ഇത്തരത്തിൽ ഉള്ള ഒരു നേതൃനിരയുമായി പ്രതിപക്ഷത്തിന് എത്ര നാൾ പിടിച്ചു നിൽക്കാൻ സാധിക്കും എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ചോദ്യമാവുകയാണ്. കോൺഗ്രസിൻ്റെ ഭാവി ഇരുളടഞ്ഞു പോയതായോ എന്നൊക്കെയാണ് പലരും ചോദിക്കുന്നത്. അല്ല, ഇതിലെ ഒരു വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഈ മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ തന്നെ കോൺഗ്രസിൽ നിന്ന് ഡിസ്റ്റൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആം ആദ്മി പാർട്ടി വിട്ടുപോയി, തൃണമൂൽ കോൺഗ്രസ് ഇവരുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചു. പല പാർട്ടികളും ഇത് പരസ്യമായിട്ടും രഹസ്യമായിട്ടും ഈ കോൺഗ്രസുമായിട്ട് യോജിച്ചു പോകാൻ പറ്റില്ല, അവരുമായിട്ട് യോജിച്ചു പോയാൽ നമ്മുടെ കാര്യം കുഴപ്പത്തിലാവും എന്ന രീതിയിലേക്ക് ഉള്ള അഭിപ്രായത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ത്യ എന്ന പേരിൽ ഇവരുണ്ടാക്കിയ ഒരു വലിയ ഗ്രാൻഡ് അലയൻസ് ഉണ്ട്, അത് തന്നെ ശിഥിലമായി. കാരണം എന്താ വെച്ചാൽ ഇവരെയൊക്കെ കൂട്ടി യോജിപ്പിച്ചു കൊണ്ടുപോകാനുള്ളൊരു വൈഭവമോ ഇച്ഛാശക്തിയൊന്നും രാഹുൽ ഗാന്ധിക്കില്ല. മറ്റവരൊക്കെ വലിയ താപ്പാനകളാണ്, ഏത് പാർട്ടിക്കാരായാലും. നമ്മുടെ ജനതാദൾ സെക്കുലർ ആയാലും ശരിയാണ്, ജനതാദൾ യുണൈറ്റഡ് ആയാലും ശരിയാണ്, തൃണമൂൽ കോൺഗ്രസ് ആണെങ്കിലും ശരിയാണ്. അവരൊക്കെ ഒരുപാട് കൊല്ലം ഈ രാഷ്ട്രീയത്തിൽ ഇങ്ങനെ പയറ്റി തെളിഞ്ഞ വലിയ അംഗച്ചേകവന്മാരാണ്. രാഹുൽ ഗാന്ധി അവരുടെ മുമ്പിൽ ഈ രാഷ്ട്രീയമായിട്ട് താരതമ്യേന പരിചയസമ്പത്ത് കുറഞ്ഞ ആളാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് അതുപോലെ കഴിവുള്ള പ്രാപ്തരായ ഉപദേഷ്ടാക്കളുണ്ടാവും. ഇന്ദിരാഗാന്ധിക്ക് PN ഹക്സറെ പോലുള്ള ആൾക്കാരുണ്ട്, രാജീവ് ഗാന്ധിക്ക് PC അലക്സാണ്ടർ ഉണ്ട്. അങ്ങനെ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇദ്ദേഹത്തിന് ഈ അഹമ്മദ് പട്ടേൽ ഉണ്ട്, സോണിയാഗാന്ധി. അതുപോലൊരാൾ സത്യത്തിൽ രാഹുൽ ഗാന്ധിക്ക് ഇല്ല. ഇതാണ് പുള്ളിയുടെ ഒരു വലിയ പരാതി. പിന്നെ പുള്ളിയുടെ തീരുമാനങ്ങൾ എടുക്കുക, പുള്ളിയുടേതായ രീതിയിൽ അഭിപ്രായങ്ങൾ കോയും ചെയ്യുമ്പോഴാണ് വലിയ അബദ്ധത്തിൽ ചെന്ന് ചാടുന്നത്. അതുകൊണ്ട് ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയാണ്. ഇപ്പോൾ സോണിയാഗാന്ധി പറഞ്ഞ കാര്യം, നമ്മുടെ പ്രിയങ്ക ഗാന്ധി പറഞ്ഞ കാര്യം താത്വികമായിട്ട് ശരിയാണ്. രാജ്യസ്നേഹം പഠിപ്പിക്കേണ്ടത് ജഡ്ജിമാരല്ല, കറക്റ്റാണ്. അത് തിയററ്റിക്കലായിട്ട് ശരിയാണ്, ജുഡീഷ്യലായിട്ട് ശരിയാണ്. പക്ഷെ കുഴപ്പം കിടക്കുന്നത് ഏത് പോയിന്റിലാണെന്നുള്ളതാണ് പ്രശ്നം.
കാരണം ആളുകളുടെ ഇടയിൽ നേരത്തെ ഒരു കൺസെപ്ഷൻ ഉണ്ട്. അതിൻ്റെ പുറത്തേക്ക് ഈ മോങ്ങാനിരുന്ന നായയുടെ തലയിൽ തേങ്ങ വിടുന്നു പറഞ്ഞ പോലെ കോടതിയുടെ അഭിപ്രായം കൂടി വരികയാണ്. അപ്പോൾ മറുഭാഗത്താണെങ്കിൽ ഇതൊക്കെ ഭയങ്കരമായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റിയ ആളുകളാണ് നിൽക്കുന്നത്. അവർ ഇതൊന്നും വേണ്ട, ഇതിൻ്റെ പകുതി ഉണ്ടെങ്കിൽ അവർ വലിയൊരു നെറേറ്റീവ് ഉണ്ടാക്കിയെടുക്കും. അതെ. അപ്പോഴാണ് അല്ല, ഇതിപ്പോൾ വേറൊരു സംശയം വരുന്നത്, ഈ ഇതുവരെ അനന്തര ഇന്ത്യയിൽ കോൺഗ്രസിനെ ഭരിച്ചത് നെഹ്റു ഫാമിലിയാണ്. ഇപ്പോൾ ഏറ്റവും പുതിയ തലമുറയിൽ എത്തി നിൽക്കുന്നു, രാഹുൽ ഗാന്ധിയിൽ എത്തി നിൽക്കുന്നു. ഇനിയിപ്പോൾ ഒരു മറിച്ച് ചിന്തിക്കാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? ഇപ്പോഴും ഈ കോൺഗ്രസുമായി അടുത്ത ആൾക്കാരോട് ചോദിക്കുമ്പോൾ നെഹ്റു ഫാമിലി എന്ന് പറയുന്നത് ഒരു വലിയ വികാരമാണ്, അതിനപ്പുറത്തേക്ക് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല, ഈ കോൺഗ്രസിനെ ഇന്നത്തെ സാഹചര്യത്തിൽ ഒരുമിച്ച് നിർത്താൻ സാധിക്കുന്ന അവർക്ക് മാത്രമാണെന്നാണ് വിശ്വസിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്, ഇപ്പോഴും വളരെ ശക്തമായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ എത്ര നാൾ എന്നുള്ളത് വലിയ ഒരു പോയിന്റ് അല്ലേ? അത് ഇത് ലിയോ ചോദിച്ച ചോദ്യം നമുക്ക് രണ്ട് രീതിയിൽ അത് ഡിസെക്ട് ചെയ്യണം. ഒന്ന്, നെഹ്റു കുടുംബം എന്ന് പറഞ്ഞാൽ വലിയൊരു വികാരമാണെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്തെ ആളുകൾക്ക് വലിയ വികാരമൊന്നുമില്ല. ജവഹർലാൽ നെഹ്റുവിനെ അറിയുന്ന എത്ര ആൾക്കാർ? സ്കൂൾ കുട്ടികളുടെ ഇടയിൽ ഒരു സർവേ നടത്തിട്ട് ഞാൻ പറയുന്നത് നെഹ്റുവിൻ്റെ കുഴപ്പമല്ല. നെഹ്റു വലിയ നേതാവായിരുന്നു, വലിയ ഭരണാധികാരിയായിരുന്നു, രാഷ്ട്രശില്പി എന്ന വാക്കിന് തികച്ചും അർഹനായ ആളാണ്. പക്ഷേ നെഹ്റുവിൻ്റെയൊക്കെ ലെഗസി ഇന്നത്തെ കാലത്ത് ഈ യുവതലമുറയുടെ ഇടയിൽ വളരെയൊന്നും പ്രസക്തമല്ല. നെഹ്റു ചെയ്ത എല്ലാ സേവനങ്ങൾക്കും നമ്മൾ നന്ദിയുള്ളവരായിരിക്കുമ്പോൾ തന്നെ ഉം. പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾക്ക് നെഹ്റുവിന് ഇന്ദിരാഗാന്ധി ഒന്നും അറിയില്ല. ഗാന്ധിജിയെ തന്നെ ഇങ്ങനെ ഈ ഫോട്ടോ സ്കൂളിലോ കോളേജിലൊക്കെ വെച്ച് കണ്ടിട്ടുണ്ടെന്നുള്ളതല്ലാതെ വലിയ ധാരണയൊന്നുമില്ല. അതുകൊണ്ട് നെഹ്റു എന്നൊക്കെ കേട്ടാൽ കോരിത്തെരിപ്പുണ്ടാക്കുന്ന ആൾക്കാർ ഉണ്ടാകുന്നവർ ഇപ്പോൾ 60-65 വയസ്സിന് മേലുള്ളവരായിരിക്കും. അതിൽ താഴെയുള്ളവർക്ക് വലിയ വികാരമൊന്നുമില്ല. ഇതൊരു സത്യം. പിന്നെ കോൺഗ്രസ്സുകാർക്ക് അംഗീകരിക്കാൻ പറ്റില്ല. പക്ഷേ രണ്ടാമത്തെ പ്രശ്നമല്ല, രണ്ടാമത്തെ ഒരു ഗുണം അല്ലെങ്കിൽ ദോഷം എന്ന് പറയുന്നത് നെഹ്റു ഫാമിലിയിലാണ് പാർട്ടിയുടെ പരമോന്നത നേതൃത്വം എത്രയോ കൊല്ലമായിട്ട്. ലാൽ ബഹദൂർ ശാസ്ത്രിക്ക് ശേഷം ഇന്ദിരാഗാന്ധി വരുമ്പോൾ, പിന്നീട് സഞ്ജയ് ഗാന്ധി മരിച്ച് രാജീവ് ഗാന്ധി മരിക്കുമ്പോൾ സോണിയാഗാന്ധി പിന്മാറുമ്പോൾ ആ സ്ഥാനത്തേക്ക് രാഹുൽ ഗാന്ധി. ഇനിയിപ്പോൾ AICC പ്രസിഡന്റ് സ്ഥാനമോ CLP ലീഡർ സ്ഥാനമോ ഇല്ലാതിരിക്കുമ്പോഴും പരമോന്നത നേതൃത്വം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഈ നെഹ്റു ഗാന്ധി കുടുംബമാണ്. ആ കുടുംബത്തിന് പുറത്തുനിന്ന് ഒരു നേതാവ് ഉണ്ടാകുന്നില്ല. പക്ഷേ ഇതുകൊണ്ടൊരു ഗുണം എന്ന് വെച്ചാൽ യൂണിറ്റി ഓഫ് കമാൻഡ് ഉണ്ട്. ഏറ്റവും വലിയ നേതൃത്വത്തിലേക്ക് വേണ്ടി ആരും ആഗ്രഹം വെച്ച് പുലർത്തില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ആൾ എപ്പോഴും നെഹ്റു ഗാന്ധി കുടുംബക്കാരനായിരിക്കണം. രാജകുടുംബം പോലെയാണ്, രാജവാഴ്ച. ഈ രാജാവ് വാഴ്ച പിന്നെ അദ്ദേഹത്തിൻ്റെ മകൻ എന്ന രീതിയിൽ കൈമാറപ്പെടുന്ന ഒന്നാണ് നേതൃത്വം എന്നുള്ളതുകൊണ്ട് ആ സ്ഥാനത്തേക്ക് ആരും ക്ലെയിം വയ്ക്കില്ല എന്നുള്ളതാണ് ഒരു ഗുണം. പിന്നെ പാർട്ടിയെ യോജിപ്പിച്ച് നിർത്താൻ ഇത് വലിയൊരു പരിധിവരെ ഗുണകരമാണ്, സഹായകരമാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ നേതൃസ്ഥാനത്ത് വരുന്ന ആൾ കഴിവില്ലാത്ത ആളാണ്, അല്ലെങ്കിൽ ലോകപരിചയമില്ലാത്ത ആളാണ്, ആ ബുദ്ധിമാന്യമുള്ള ആളാണെങ്കിൽ എന്ത് സംഭവിക്കും? പണ്ട് ഈ മുഗൾ സാമ്രാജ്യത്തിൻ്റെയൊക്കെ അവസാന ദിവസങ്ങളിൽ സംഭവിച്ച പോലെ സംഭവിക്കും. അതായത് ബാബർ, ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസീബ് വരെ വലിയ കുഴപ്പമില്ലാതെ പോയി. അതിനുശേഷമുള്ള ആളുകളൊക്കെ കഴിവില്ലാത്തവർ, പ്രാപ്തിയില്ലാത്തവരെ, അപ്പോൾ സാമ്രാജ്യം അസ്ഥിരമായി. പിന്നെ അത് ഭരണം ഏതാണ്ട് ഡൽഹി മുനിസിപ്പാലിറ്റിയിൽ മാത്രമായി. ബഹദൂർ ഷാ സഫർ എന്നൊക്കെ പറയുന്ന സമയപ്പെടുത്തി. പേരിൽ മാത്രം പുള്ളി ചക്രവർത്തിയായിരുന്നു, പക്ഷേ ചക്രവർത്തിയുടെ എന്താണ് അദ്ദേഹത്തിൻ്റെ ഭരണം നിലനിന്നത് ഏതാണ്ട് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ ഇപ്പോഴിരിക്കുന്ന ഭാഗമില്ല, പഴയ ഓൾഡ് ഡൽഹി മാത്രമായി. അപ്പോൾ ഇതുപോലെയൊക്കെ സംഭവിക്കും. അപ്പോൾ അത് ഏത് സ്ഥലത്തും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നേതൃത്വത്തിൽ എപ്പോഴും പുതിയ ആൾക്കാർ വരണം, ഒരു കുടുംബത്തിൽ മാത്രമായിട്ട് ഒതുങ്ങിപ്പോരുത്. ഇത് വളരെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണ്. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞുകൊണ്ടൊന്നും കോൺഗ്രസ്സുകാർ നിലപാട് മാറ്റാൻ പോകുന്നില്ല, അത് വേറെ. ചുരുക്കത്തിൽ മോദിക്കും കൂട്ടർക്കും അടുത്ത കാലത്തൊന്നും വലിയ ഭീഷണിയൊന്നുമില്ല. അവരുടെ ഏതെങ്കിലും തരത്തിലുള്ള വലിയ പിഴവുകൾ ഉണ്ടായാൽ മാത്രമേ ബാക്കിയുള്ളവർക്ക് സാധ്യതയുള്ളൂ എന്ന് ചുരുക്കം, അല്ലേ? എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു സർക്കാർ നിലനിൽക്കുന്നത് ശരിയുമല്ല എന്നുള്ള അഭിപ്രായക്കാരനാണ്. കാരണം ഇനിയിപ്പോൾ ഭരണം നിലനിൽക്കുന്നതിന് ശക്തമായ പ്രതിപക്ഷം വേണ്ടേ? അത് ശരിയാണ്. ഭരണക്കാരുടെ കൊള്ളതായ്മകൾ തുറന്ന് കാണിക്കാൻ, ചോദ്യങ്ങൾ ചോദിക്കാൻ. ഈ ജനാധിപത്യം എന്ന് പറയുന്നത് 5 കൊല്ലത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നതല്ല സത്യത്തിൽ. അതിനേക്കാൾ ഉപരിയായിട്ട് ജനങ്ങൾക്ക് വിയോജിക്കാനുള്ള സ്വാതന്ത്ര്യമാണ്. ഈ ഭരണാധികാരികൾ ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റി ചൂണ്ടിക്കാണിക്കാനുള്ള അവകാശവും സ്വാതന്ത്ര്യവുമാണ്. അതാണ് ജനാധിപത്യം. അതില്ലാണ്ടായാൽ അതെ. പിന്നെ ഈ ജനാധിപത്യത്തിന് യാതൊരു അർത്ഥവുമില്ല. ശരിയാണ്. അപ്പോൾ അതിന് ചോദ്യം ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വേദി എന്ന് പറഞ്ഞാൽ പാർലമെൻറ്റാണ്. അവിടെ സൃഷ്ടിപരമായ രീതിയിൽ അല്ലെങ്കിൽ വിമർശനാത്മകമായ രീതിയിൽ ചോദ്യം ചെയ്യാൻ സാധിക്കണം. അതില്ലെങ്കിൽ ജനാധിപത്യം ദുർബലമായി പോകും. അതിന് തന്നെ ഉത്തരവാദിത്തമുള്ള പാർട്ടി കോൺഗ്രസ്സാണ്. കോൺഗ്രസ് ദുർബലമായാൽ നമ്മുടെ ജനാധിപത്യ സംവിധാനം ആകെ അപകടത്തിലാവും. കാരണം BJP പോലെയോ CPM പോലെയോ സമഗ്രാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഒരു പാർട്ടിയല്ല കോൺഗ്രസ്.
അതൊരു ജനാധിപത്യ സംസ്കാരമുള്ള പാർട്ടിയാണ്. പക്ഷേ ആ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരാൾ വരുമ്പോൾ അത് മൊത്തത്തിലുള്ള നമ്മുടെ സംവിധാനത്തെ, കോൺഗ്രസിന് മാത്രമല്ല പ്രതിപക്ഷത്തെ മൊത്തത്തിലും അതെ. ആ ജനാധിപത്യ സംവിധാനത്തെ പൊതുവിലും ദുർബലമാക്കും. അതാണ് ഇതിലെ വലിയ അപകടം. ഇപ്പോൾ ഒരു രാഹുൽ ഗാന്ധി ഉണ്ടാക്കുന്ന അപകടം രാഹുൽ ഗാന്ധിക്ക് മാത്രമല്ല, കോൺഗ്രസിന് മാത്രമല്ല, നമ്മുടെ സിസ്റ്റത്തെ മൊത്തത്തിൽ യെസ്, അപകടത്തിലാക്കുന്ന ഒന്നാണ്. തീർച്ചയായിട്ടും. എന്തായാലും രാഹുൽ ഗാന്ധി എന്ന ലോക്സഭാ പ്രതിപക്ഷ നേതാവ് നടത്തിക്കൊണ്ടിരിക്കുന്ന കുറേയേറെ പരാമർശങ്ങൾ വിവാദമാവുകയാണ്. അത് നിരുത്തരവാദപരം എന്ന് ഏവരും ഒരേ സ്വരത്തിൽ പറയുകയും ചെയ്യുന്നു. പ്രതിപക്ഷത്തെ മുൾമുനയിൽ നിർത്തണം എന്നുണ്ടെങ്കിൽ അതിന് തന്ത്രപരമായ നീക്കങ്ങൾ നടത്തേണ്ടതുണ്ട്, ചോദ്യങ്ങൾ ചോദിക്കേണ്ടതുണ്ട്. അതിനുള്ള പൊളിറ്റിക്കൽ മൈൻഡ്, പൊളിറ്റിക്കൽ കൂർമ്മ ബുദ്ധി അദ്ദേഹത്തിന് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഇനിയും ഇതുവരെ പറയട്ടെ, ദൗർഭാഗ്യവശാൽ അദ്ദേഹത്തിന് അത് പ്രകടമാക്കാൻ സാധിച്ചിട്ടില്ല. മറുവശത്ത് നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ ഉപദേശകരും ചിന്തിക്കുക, നിങ്ങളുടെ ബുദ്ധി പോരാ, ഇത്തരത്തിൽ ഉപദേശിച്ചാൽ ഒരു ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ പ്രതിപക്ഷ പാർട്ടിയെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒടുവിൽ ജയശങ്കർ സാർ പറഞ്ഞത്, ഇത് ഒരു ജനാധിപത്യ രാജ്യത്തിനും ഭൂഷണമല്ല. പ്രതിപക്ഷമായ കോൺഗ്രസ് ഇത്തരത്തിൽ ദുർബലമായി പോകുന്നത്, അല്ലെങ്കിൽ പ്രതിപക്ഷം ദുർബലമായി പോകുന്നത് ശക്തമായ ഭരണത്തിന് വലിയ വെല്ലുവിളി സൃഷ്ടിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നും അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയാണ്. അത് വളരെ പരമാർത്ഥമായിട്ടുള്ള കാര്യമാണ്. എങ്ങോട്ട് പോകും നമ്മുടെ ജനാധിപത്യം എന്നുള്ള ചോദ്യത്തിൽ കോൺഗ്രസ് പോലുള്ള വലിയൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വലിയ പങ്ക് വഹിക്കാൻ ഇതുവരെ സാധിച്ചിട്ടുണ്ട്. ഇനി അവരുടെ കെട്ടുറപ്പ് ആര് കാത്തു സൂക്ഷിക്കും എന്നുള്ളതും ഒരു വലിയ പ്രശ്നമായി തന്നെ നിൽക്കുകയാണ്. വളരെയധികം നന്ദി സാർ, ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിന്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. നമസ്കാരം.